1985 പുറത്തിറങ്ങിയ ഒരു മലയാള സൈക്കോളജിക്കൽ സിനിമയാണ് ഇരകൾ. ഇതിന്റെ സംവിധാനം KG ജോർജും നിർമ്മാണം സുകുമാരനുമായിരുന്നു. തിലകൻ, അശോകൻ, ശ്രീവിദ്യ, KB ഗണേഷ് കുമാർ ഇവരായിരുന്നു മുഖ്യ കഥാപാത്രത്തിൽ വന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു. അതേപോലെ തന്നെ ശ്രീവിദ്യയ്ക്കും തിലകനും രണ്ടാമത്തെ മികച്ച നടനും നടിക്കുമുള്ള അവാർഡും ലഭിച്ചു. KB ഗണേഷ് കുമാർ അവതരിപ്പിച്ച മാത്യു എന്നൊരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ പോകുന്നത്. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയത്തിന്റെ എല്ലാം ഒരു പരിച്ഛേദമായിരുന്നു ഈ സിനിമ. KB ഗണേഷ് കുമാർ അവതരിപ്പിച്ച ബേബി മാത്യു എന്നൊരു കഥാപാത്രത്തിന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ? നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എല്ലാം അതിര് കടന്നതായിരിക്കും. വികാരങ്ങളും എല്ലാം അതിര് കടന്ന വികാര പ്രകടനങ്ങളായിരിക്കും. പെട്ടെന്നായിരിക്കും മൂഡ് ചേഞ്ചസ് വരുന്നത്. ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഇത്തരക്കാർക്ക് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഏകാന്തത, ഫിയർ ഓഫ് അബാൻഡ്മെന്റ്, തന്നെ എല്ലാവരും ഉപേക്ഷിക്കുമെന്നുള്ളൊരു പേടി ഇത്തരക്കാർക്ക് കാണും. വളരെ സൗഹൃദങ്ങൾ കുറവായിരിക്കും. സാമൂഹികപരമായ ഇടപെടലുകൾ കുറവായിരിക്കും. ആന്റി സോഷ്യൽ ആകാനുള്ള ചാൻസസ് ഹൈ ആണ്. ഇത്തരക്കാർ ആന്റി സോഷ്യൽ ആയിട്ടുള്ളവരായിട്ടായിരിക്കും കൂട്ടുകൂടുന്നതും ഡ്രഗ്സിനും മദ്യത്തിനുമെല്ലാം അടിമകളായി. സാമൂഹികമായിട്ട് ഉള്ള പ്രവൃത്തികൾ, ആന്റി സോഷ്യൽ എലമെന്റുകൾ പ്രവർത്തിക്കാനും മറ്റ് തീവ്രമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഇത്തരക്കാർ ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്നത്. ഇത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ 3 തരത്തിൽ വരാം. ഒന്ന് ജനറ്റിക്കലായിട്ട് ന്യൂറോ പ്രോബ്ലംസ് കൊണ്ടുവരാം, സൈക്കോ സോഷ്യൽ എലമെന്റ്സും കൊണ്ടുവരാം. ഈ സിനിമയിലുടനീളം ഒരു ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് പറയാം. നമ്മുടെ കഥാപാത്രവും കൂട്ടുകാരനും കൂടി ഒരു കാൾ ഗേളിനെ സമീപിക്കുന്നുണ്ട്. ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ തനിക്കത് സാധിക്കുന്നില്ല എന്ന് നമ്മുടെ കഥാപാത്രം പറയുന്നുണ്ട്. എനിക്കൊന്നും മേടിച്ച് ശീലമില്ല, പിടിച്ചു പറിച്ച് ശീലമുള്ളൂ. പിടിച്ചു പറിച്ച് മേടിക്കുന്നതാണ് എനിക്ക് ശീലം എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യുക, അങ്ങനെ കിട്ടുന്നതാണ് എനിക്കൊരു സുഖം എന്നാണ് കഥാപാത്രം പറയുന്നത്. ആ ഡയലോഗിൽ തന്നെ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അച്ഛനെന്ന് പറയുന്നത് അസന്മാർഗമായിട്ട് മറ്റുള്ളവരെ കുടിയൊഴിപ്പിച്ചും തല്ലിയും അംഗബലം എല്ലാം കാണിച്ചാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ സഹോദരന്മാർ, 2 സഹോദരന്മാരാണുള്ളത്. ഒരു സഹോദരൻ മയക്കുമരുന്നും കഞ്ചാവും എല്ലാം കൃഷി ചെയ്യും, അതിന്റെ വ്യാപാരം നടത്തിയുമാണ് ജീവിക്കുന്നത്. 3ാമത്തെ ആൾ പൂർണ്ണമായിട്ടും മദ്യപാനിയാണ്. ഒരു സഹോദരി ഉള്ളത് ഭർത്താവുമായിട്ട് പിണങ്ങിയ വീട്ടിലാണ്, പല അവിഹിത ബന്ധങ്ങളിലും ഏർപ്പെട്ട് പോകുന്നവരും. ഇതെല്ലാം ചേർന്നാണ് ഈ നമ്മുടെ കഥാപാത്രത്തിന് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എക്സ്ട്രീം ലെവലിലേക്ക് വരികയും കുറച്ചുപേരെ അദ്ദേഹം കൊലപാതകത്തിലേക്കൊക്കെ തന്നിൽ നിന്ന് അകന്നു പോകുന്നവരെയും തനിക്ക് എതിര് നിൽക്കുന്നവരെല്ലാം കൊല്ലാനുള്ള രീതിയിലേക്ക് ഈ കഥാപാത്രം പോകുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വരേണ്ടത് ഒരു ഫാമിലിയുടെ ഇഷ്യൂ തന്നെയാണ്. ആ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് ഈ കഥാപാത്രത്തിനെ ഏറ്റവും സ്വാധീനിക്കുന്നത്. ഈ കഥാപാത്രം നമുക്ക് എത്രയൊക്കെ സമ്പത്തുണ്ടായാലും ഒരു വ്യക്തിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്നേഹവും വാത്സല്യവും എല്ലാം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരക്കാരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എത്രയൊക്കെ സമ്പത്തുണ്ടായാലും കുടുംബ ബന്ധങ്ങൾ ചിന്നിച്ചിതറിക്കഴിഞ്ഞാൽ ഒരുപാട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുകാർ നമ്മുടെ സമൂഹത്തിൽ ഉദയം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും കരുതലിനും എല്ലാം പ്രാധാന്യം നൽകിയാൽ മാത്രമേ ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്ക് ഉതകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി.